എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മീനു. പിന്നെ ഇനിയും എന്തിനാ ഇവിടെ കിടക്കുന്നത്? നീ ആ ഡോക്ടറോട് പോയി പറയ് നമ്മളെ വീട്ടിലേക്ക് വിടാൻ. സൃഷ്ടി എഴുന്നേറ്റിരുന്നു കൊണ്ടാണ് അത് പറഞ്ഞത്. ഒരു കൂസലുമില്ലാതെ പറയുന്നവളെ മീനു രൂക്ഷമായി നോക്കി. പ്ലാവിൽ നിന്ന് വെട്ടിയിട്ട ചക്ക പോലെയാണ് താഴേക്ക് വീണത്. വീണ ശബ്ദം കേട്ടപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞു എന്ന് തന്നെ കരുതി, ഇല്ലെങ്കിൽ തല പൊട്ടിയെന്ന്. എന്നാൽ ദൈവഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. നെറ്റിയുടെ അരികിൽ ചെറിയ മുറിവ് മാത്രമാണ് ഉള്ളത്. ഭാഗ്യം കൊണ്ട് അത് അത്ര വലുതുമല്ല. ഇപ്പോഴും ബി.പിയിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ബ്ലഡിൻ്റെയൊക്കെ റിസൾട്ട് വരാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരുത്തിയുടെ വീട്ടിലേക്ക് പോക്ക്. ഒറ്റ കുത്ത് ഞാൻ വെച്ച് തരും. മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോ. നിനക്ക് വിളർച്ച ഉണ്ടോ എന്ന് ഒരു സംശയം പറഞ്ഞിരുന്നു ഡോക്ടർ. അതിനാണ് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് മതി പോകുന്നത്. മീനു പതിവിലും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടി പിന്നെ അവളെ എതിർത്തില്ല. അപ്പോഴേക്കും കേശവനും പ്രഭാവതിയും അവിടെ എത്തിയിരുന്നു. അമ്മയെ കണ്ടതും അവൾക്ക് സങ്കടം വീണ്ടും കൂടി. എന്തു പറ്റിയതാ മോളെ? നീ ആശുപത്രിയിലാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയുടെ ജീവൻ പോയി. പ്രഭാവതി പറയുന്നത് കേട്ടതും സൃഷ്ടി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് മീനുവിനെ നോക്കി. അവൾ ഒരു പരുങ്ങലോടെ നിൽക്കുകയാണ്. ഇക്കാര്യം സൃഷ്ടിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു പറഞ്ഞത് തെറ്റായി പോയോ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു. എന്നാൽ അടുത്ത നിമിഷം താൻ ചെയ്തത് തന്നെയായിരുന്നു ശരിയെന്ന് അവളുടെ മനസ്സ് പറയുകയും ചെയ്തു. നിങ്ങളെ ഈ പെണ്ണ് പേടിപ്പിച്ചു അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ബി.പി നോർമലായാൽ വീട്ടിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവൾ കണ്ണുരുട്ടുന്നുണ്ട്. നീ എന്തിനാടി ആ കൊച്ചിനെ കുറ്റം പറയുന്നത്? നീ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചു പറയാതെ പിന്നെ എങ്ങനെയാ? നിന്റെ കാര്യത്തിന് ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരെങ്കിലുമാണോ ബുദ്ധിമുട്ടേണ്ടത്? അവർ ഗൗരവക്കാരിയായ അമ്മയായി. അല്ലെങ്കിലും പണ്ടേ ദേഷ്യം വരുമ്പോൾ അവർ അങ്ങനെ തന്നെയാണ്. അത് സൃഷ്ടിക്കും അറിയാം. ആഹാരം കഴിക്കാതെ നടന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ എന്തെങ്കിലും വരുമെന്ന്. ജോലി എന്ന് വെച്ച് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ഇന്ന് രാവിലെ കൂടി ഒരു വക കഴിച്ചിട്ടില്ല. അവർക്ക് അരിശം. കുറച്ച് ദിവസമായി ഊണിലും ഉറക്കത്തിലും അവൾ ആ പ്രസൻറ്റേഷൻ്റെ പുറകെയായിരുന്നില്ലേ? ശരിക്കും ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ സൗമ്യ കളിച്ച കളിയൊന്നും അവരോട് പറയാൻ പറ്റുകയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകളല്ലേ. അവൾ ഇപ്പോഴും സൃഷ്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞാൽ ആ മനസ്സ് എങ്ങനെയാണ് സഹിക്കുക? സൃഷ്ടിയുടെ അച്ഛനും അമ്മയും എത്തിയത് മനസ്സിലാക്കി മറഞ്ഞു നിൽക്കുകയായിരുന്ന പൃഥ്വി ധൃതിയിൽ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. അവരുടെ കയ്യിൽ കിട്ടിയാൽ പരിസരം പോലും മറന്ന് അവർ തന്നെ തല്ലിയേക്കുമെന്ന് അവനറിയാം. ഒപ്പമുള്ള പ്രജീഷ് അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? വൈഫിൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ? ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കരുത് കേട്ടോ. അവൻ്റെ ഉപദേശം കേട്ടതും പൃഥ്വിയുടെ നോട്ടം രൂക്ഷമായി. അവന് ദേഷ്യം വന്നുവെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പ്രജീഷ് പിന്നെ ഒന്നും പറഞ്ഞില്ല. താൻ പോയി ആ മീനാക്ഷിയോട് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വാ. എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട. നമ്മൾ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രജീഷ് എങ്ങാനും പോയി തൻ്റെ പേര് വിളിച്ചു പറയുമോ എന്ന ആശങ്ക പുറമേ കാണിക്കാതെയാണ് അവനത് പറഞ്ഞത്. ആ നേരം അവൻ പറഞ്ഞതിനെ അല്പം പോലും ചോദ്യം ചെയ്യാതെ പ്രജീഷ് ധൃതിയിൽ നടക്കുകയും മീനുവിനെ കാര്യം ധരിപ്പിച്ച് തിരികെ വരികയും ചെയ്തു. അല്ല സാർ, നമ്മൾ കാറുമായി പോയാൽ അവരെങ്ങനെ തിരികെ പോകും? കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പ്രജീഷ് അത് ചോദിച്ചത്. കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവൻ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. എങ്കിലും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് അവൻ്റെ മുറുകുന്ന കൈകളിൽ നിന്നും പ്രജീഷ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ചോദ്യവും. അവളുടെ അച്ഛന് ഓട്ടോ ഉണ്ട്, അവർ അതിൽ പൊയ്ക്കോളും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും തുറന്ന കണ്ണുകൾ മുറുക്കി പൂട്ടി. ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലെത്തുമ്പോൾ സൗമ്യയ്ക്ക് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. തന്നെയും കാത്തു നിൽക്കുന്ന ലതയെ തീരെ വകവയ്ക്കാത്തതുപോലെ അവൾ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ അവർ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ആദ്യമായാണ് അവളിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും അവരിൽ ദേഷ്യം നിറഞ്ഞു. ദേ പെണ്ണെ,
നീ വാതിലടച്ച് മുറിക്കകത്ത് കയറിയിരിക്കാതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ നോക്ക്. വാതിലിൽ തട്ടിക്കൊണ്ടുള്ള അവരുടെ വിളി കേട്ടതും കണ്ണുകൾ പൂട്ടിക്കിടക്കുകയായിരുന്നവൾ ചാടി എഴുന്നേറ്റ് ചെന്ന് വാതിൽ വലിച്ചു തുറന്നു. എനിക്കിപ്പോൾ സൗകര്യമില്ല ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാൻ. ഞാനാരാ, നിങ്ങളുടെ ജോലിക്കാരിയാണോ? പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും വാതിൽ അടയ്ക്കുകയും കട്ടിലിലേക്ക് കിടന്ന് കണ്ണുനീർ വാർക്കുകയും ചെയ്തു. മറ്റൊന്നിനെക്കുറിച്ചും അവൾ അപ്പോൾ ചിന്തിച്ചിരുന്നില്ല. ഇത്രയും ദിവസമായിട്ടും തന്നെ അല്പം പോലും പരിഗണിക്കാത്ത പൃഥ്വി ഒരു വശത്ത്. ഇന്ന് സൃഷ്ടിയുടെ കാര്യത്തിൽ അവൻ കാണിച്ച പരിഗണനയൊന്നും ഇതുവരെ കിട്ടാത്തതിൻ്റെ ദേഷ്യവും സങ്കടവുമൊക്കെ കൂടിയാകുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ ഒരു ഗർഭം. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ? അവൾക്ക് ആ ചിന്തയിൽ തന്നെ തലയ്ക്ക് ചൂട് പിടിക്കാൻ തുടങ്ങി. തലയാകെ വെട്ടിപ്പൊളിയുന്നുണ്ട്. ഇത്രയും നാളുകൾ കൊണ്ട് സമ്പാദിച്ചത് കുറച്ച് ചീത്തപ്പേര് മാത്രമാണ്. അതുമാത്രമാകുമോ തനിക്കിനി ബാക്കിയാവുക? അങ്ങനെയൊരു കുഞ്ഞ് സൃഷ്ടിയുടെ വയറ്റിനുള്ളിലുണ്ട് എങ്കിൽ താൻ ഈ പടിക്ക് പുറത്താകും. അവൾ ആശങ്കയോടെ നിൽക്കുന്ന നേരം പൃഥ്വിയുടെ വാഹനം ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നിരുന്നു. അതിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ പടികൾ കയറി മുകളിലേക്ക് പോകുന്നതും മുറിയിൽ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നതുമൊക്കെ അവൾ താഴെ നിന്ന് നിരീക്ഷിച്ചു. പിന്നെ ലതയുടെ ശ്രദ്ധയിൽപ്പെടാതെ മെല്ലെ അങ്ങോട്ടേക്ക് നടക്കുകയും ചെയ്തു. പൃഥ്വിയേട്ടാ. അടച്ചിട്ട വാതിൽ തുറന്ന് ധൃതിയിൽ അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ വിളിക്കുന്നത് കേട്ടതും അവനൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഷർട്ട് അഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നവൻ പെട്ടെന്ന് അവളെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? സൗമ്യയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ മുഖം ചുരുങ്ങുകയാണ് ചെയ്തത്. കാരണം സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ അവൾക്ക് ഇത്രയൊക്കെ ആശങ്കയുണ്ടോ എന്ന കാര്യത്തിൽ അവന് സംശയമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിലെ ആശങ്കകൾ മറ്റു പലതിനെയും കുറിച്ച് ചിന്തിച്ചിട്ടാണ് എന്ന് അവൻ അറിയില്ലല്ലോ. ആശുപത്രിയിലല്ലേ, കുറഞ്ഞിട്ടുണ്ടാകും. തനിക്കറിയാവുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് അവനൊരു ടീഷർട്ട് ധരിച്ചു. പിന്നെ അത്രയും നേരം ധരിച്ചിരുന്ന ഷർട്ടൊന്ന് മണത്ത് നോക്കി. അതിന് തൻ്റെ സച്ചുവിൻ്റെ മണമാണ്. ആശുപത്രിയിലേക്ക് വാരിയെടുത്ത് കൊണ്ടു ഓടിയപ്പോൾ കിട്ടിയതാണ്. അവൻ്റെ ഓർമ്മകൾ തങ്ങളുടെ മനോഹരമായിരുന്ന ദാമ്പത്യ ജീവിതത്തെ ഓർത്തെടുത്തു. ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞില്ലേ? സൗമ്യ വെപ്രാളത്തോടെ തന്നെ ചോദിക്കും നേരം അവൻ്റെ നോട്ടവും അല്പം ഗൗരവത്തിലായി. ഈ ചോദിക്കുന്നതൊക്കെ സൃഷ്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം തേടുകയായിരുന്നു അവൻ. എന്നാൽ സത്യം തുറന്നു പറയാനും പറ്റില്ല. താൻ നാണം കെട്ട് അവിടെ നിന്നും തിരികെ വന്നതാണ് എന്നറിഞ്ഞാൽ അവൾക്കിനിയും പിടിച്ചു കയറാൻ ഒരു കുഴിവള്ളിയാകും. ചിലപ്പോൾ അത് പറഞ്ഞു തന്നെ അപമാനിച്ചു എന്നും വരും. മുന്നിൽ നിൽക്കുന്നത് സൗമ്യ ആയതുകൊണ്ട് എന്തും ചെയ്യാം. അങ്ങനെ ഒരു സ്വഭാവമാണ് അവൾക്ക്. ദേഷ്യം വന്നാൽ വായിൽ തോന്നിയത് മുഴുവൻ പറയും. ഡോക്ടർ വരുന്നത് വരെ ഞാൻ നിന്നില്ല. അത്രമാത്രം പറഞ്ഞ് അവൻ ധൃതിയിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൾ അവനെ തടഞ്ഞു നിർത്തി. എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് കണ്ടാൽ തോന്നുമല്ലോ ഞാൻ തനിച്ചാണ് തെറ്റുകളെല്ലാം ചെയ്തത് എന്ന്. നിങ്ങളും എന്നെപ്പോലെ തെറ്റ് ചെയ്തതല്ലേ? എന്നിട്ട് എനിക്ക് മാത്രം എന്തിനാണ് ഇത്രയും വലിയ ശിക്ഷ? ദേഷ്യവും സങ്കടവും നിറഞ്ഞ അവളുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. എന്നാൽ മറുപടി കിട്ടിയേ പറ്റൂ എന്ന വാശിയാണ് അവൾക്ക്. ആരു പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന്? നിന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തത് ഞാനാണ്. എനിക്കായിരുന്നല്ലോ കുടുംബമുണ്ടായിരുന്നത്, ഭാര്യയുണ്ടായിരുന്നത് എനിക്കായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും അതിൽ വീഴാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ കിട്ടിയതും എനിക്ക് തന്നെയാണ്. സച്ചുവിനെ എനിക്ക് നഷ്ടമായി. ഇന്നവളുടെ വില എനിക്കറിയാം. ആ നഷ്ടം തന്നെയാണ് എനിക്കുള്ള ശിക്ഷ. പറഞ്ഞുകൊണ്ട് അവൻ ധൃതിയിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവനെ ഇനി എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാമെന്ന് അവൾക്കന്നേരം മനസ്സിലായിരുന്നില്ല. അവൻ്റെ പിന്നാലെ താഴേക്ക് ചെല്ലുന്നവൾ ചെന്നുപെട്ടതാകട്ടെ ലതയുടെ മുന്നിലും. അവരാണെങ്കിൽ അവളെ കയ്യിൽ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. അവരുടെ മുഖത്തെ ഭാവം കണ്ടപ്പോഴാണ് മുറിയിലേക്ക് വന്നവരോട് വിളിച്ചു പറഞ്ഞ കാര്യം അവളും ഓർത്തെടുത്തത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുമ്പോഴാണ് അവരുടെ വരവ്. സ്വന്തം വീട്ടിലേതുപോലെ പ്രതികരിച്ചതാണ്.
കുറച്ചു ദിവസം അവന് കിടന്നു കൊടുത്തപ്പോൾ നീ ഈ വീട്ടിലെ കൊച്ചമ്മയായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മകൻ നിൽക്കുന്നു എന്നു പോലും നോക്കാതെയുള്ള അവരുടെ ചോദ്യം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നവനാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. സൗമ്യയാകെ പെട്ടതുപോലെ അവരെ നോക്കി. പറയടി, നിന്നെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചപ്പോൾ നീ ഇവിടുത്തെ കൊച്ചമ്മയാണ് എന്നൊരു തോന്നൽ നിനക്കുണ്ടോ? എന്നാൽ നീ കേട്ടോ, നിനക്കിവിടെ ഒരു ജോലിക്കാരിയുടെ വില പോലുമില്ല. കാശു വാങ്ങി ജോലി ചെയ്യാൻ വരുന്നവർക്ക് അന്തസ്സും അഭിമാനവുമുണ്ട്. ഒന്നുമില്ലെങ്കിലും അവർ അന്തസ്സുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ കിടന്നുകൊടുത്ത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ കയറി പറ്റിയ നിനക്ക് ഒരു കൊടിച്ചിപ്പട്ടിയുടെ വില പോലും ആരും തരില്ല. നാളെ എൻ്റെ മോനേക്കാൾ നല്ല ഒരുത്തനെ കണ്ടാ നീ അവർക്കും കിടന്നു കൊടുക്കും. അത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുഴുത്ത ഒരു തെറി കൂടി അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. മക്കൾ പോലും തന്നോട് ഇതുവരെയും പെരുമാറാത്ത രീതിയിൽ പെരുമാറിയ സൗമ്യയോട് അവർക്ക് ദേഷ്യമാണ്. അതിനി മാറുകയുമില്ല. ഈ നേരം ഹോസ്പിറ്റലിൽ മീനു പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സൃഷ്ടി. പ്രഗ്നൻ്റ് ആണോ എന്ന സംശയം തീർക്കാനായാണ് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് എന്ന വാർത്ത അവളെ ഒന്ന് ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കുഞ്ഞ്, അതും താൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ്റെ. അങ്ങനെ ഒന്നുണ്ടായാൽ തൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയേക്കുമെന്ന് അവൾ ഭയന്നു. ചിലപ്പോൾ മനസ്സിൻ്റെയും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ അവളുടെ പ്രാർത്ഥനയുടെ ഫലമാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ദുരന്തം കൂടി ഈശ്വരൻ അവളുടെ തലയ്ക്ക് മുകളിലേക്ക് വെച്ചു കൊടുത്തില്ല. ഇപ്പോൾ ടെൻഷൻ മാറിയില്ലേ? അവളുടെ തെളിഞ്ഞ മുഖം കണ്ടതും മീനു ചിരിയോടെ ചോദിച്ചു. പോടി ദുഷ്ടേ, മനുഷ്യനെ പറഞ്ഞു പേടിപ്പിച്ചിട്ട്. അവളും തിരിച്ചു നോക്കി കണ്ണുരുട്ടി പറഞ്ഞു. നീ എന്നെ അങ്ങനെ പുച്ഛിക്കണ്ട. നീ അങ്ങേരുമായി പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് അത്രയ്ക്കൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർ ചോദിച്ചപ്പോൾ എനിക്കും ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ നിന്റെ മുഖത്താണെങ്കിൽ നല്ല ക്ഷീണവും വിളർച്ചയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പ്രഗ്നൻസി ടെസ്റ്റ് കൂടി ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ നിന്നെ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയാണ് അപ്പോൾ ഞാൻ ഒന്നും പറയാതിരുന്നത്. മീനു നിഷ്കളങ്കയായി. നീ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു. പക്ഷേ ഒരു കുഞ്ഞിനെ ഒന്നും അപ്പോൾ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ജീവിതം നന്നായി ആസ്വദിക്കണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു. സൃഷ്ടി അസ്വസ്ഥതയോടെ പറഞ്ഞു. അത് ശരിയാ, അയാൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. മീനുവിന് വീണ്ടും അരിശം. അച്ഛനും അമ്മയും അരികിലില്ല എന്ന ധൈര്യത്തിലാണ് ഇരുവരുടെയും സംസാരം. അപ്പോഴേക്കും മെഡിസിൻ എടുക്കാൻ പോയ കേശവനും പ്രഭാവതിയും അവിടേക്ക് വന്നു. അതോടെ ആ സംസാരം മുറിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. ബില്ല് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നോ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. താൻ കാരണം വീണ്ടും ചിലവുകൾ കൂടുകയാണ്. പിന്നില്ലാതെ. നീ അച്ഛനെക്കുറിച്ച് എന്ത് കരുതി? അയാളുടെ ചോദ്യവും ആ നിൽപ്പുമായപ്പോൾ അവൾക്കും ചിരി വന്നു. മോൾ എങ്ങനെയാ പോകുന്നേ? ഞാൻ വീട്ടിലാക്കി തരട്ടെ? പോകാനിറങ്ങുമ്പോൾ കേശവൻ മീനുവിനെ നോക്കി ചോദിച്ചു. എൻ്റെ വണ്ടി ഓഫീസിലാ അങ്കിൾ. പക്ഷേ അച്ഛൻ ഇപ്പോൾ വരും. ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൈകണ്ട. ചെന്നിട്ട് ഇവൾ റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് വേറെ റൂട്ടാണ്. പറഞ്ഞുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് സൃഷ്ടിയെ അവളുടെ അച്ഛൻ്റെ ഓട്ടോയിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് മീനു പോയത്. പാവം കൊച്ച് അല്ലേ മോളെ? പ്രഭാവതിയുടെ ചോദ്യത്തിന് സൃഷ്ടി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചിരുന്നു. അടുത്ത ഒരു ദിവസം കൂടി സൃഷ്ടി ലീവ് തന്നെയായിരുന്നു. ക്ഷീണമൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞുവെങ്കിലും പ്രഭാവതി അവളെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ഒപ്പം കൂടി. വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ട്സുകളും മറ്റും അവർ നിർബന്ധിപ്പിച്ച് തന്നെ കഴിപ്പിക്കുകയും ചെയ്തു. ആദ്യം കുറച്ചൊക്കെ മുഷിപ്പ് തോന്നിയെങ്കിലും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പിന്നെ അവളൊക്കെ അനുസരിച്ചു. അല്ലെങ്കിൽ വേറെ ആരുടെ സന്തോഷമാണ് ഇനി നോക്കാനുള്ളത്? 1-2 ദിവസം കൂടി ലീവ് എടുക്കാൻ പറ്റില്ലേ മോളെ? അവർ അല്പം സങ്കടത്തോടെ ചോദിച്ചു. മകൾ കുറച്ചു ദിവസം ആഹാരം പോലും ശ്രദ്ധിക്കാതെ ജോലി എന്ന് പറഞ്ഞു നടന്നതിൻ്റെ ഫലമാണ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത് എന്ന് അവർക്കറിയാം. ഇനിയും ആരോഗ്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് തീരെ ശരിയാകില്ല. അതൊന്നും പറ്റില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ ലീവ് എടുക്കാനുള്ള കുഴപ്പമൊന്നും എനിക്കില്ലല്ലോ. ഇങ്ങനെ ആവശ്യമില്ലാതെ ലീവ് എടുത്താൽ പിന്നെ അത്യാവശ്യത്തിന് ലീവ് എടുക്കാനും പറ്റില്ല.
അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. സാധാരണഗതിയിലായിരുന്നുവെങ്കിൽ വീട്ടിലിരുന്ന് ഓരോന്ന് ചിന്തിച്ച് കാട് കയറ്റുന്നതിനു പകരം ഓഫീസിലേക്ക് പോകുന്നത് നല്ലത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ മനസ്സിന് വേദന കൂട്ടുന്നവരെയാണ് കാണുക. പിന്നെ മോളുടെ ഇഷ്ടം പോലെ ചെയ്യേ. കൂടുതലൊന്നും പറയാൻ അവർക്ക് തോന്നിയില്ല. എന്തോ ഇപ്പോൾ അവർക്ക് അവളെ കൂടുതലായി എതിർക്കാൻ കഴിയാറില്ല. തങ്ങൾ കൂടി അവളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന ചിന്തയിലായിരിക്കും. മോൾക്ക് പോകാനാണ് സന്തോഷമെങ്കിൽ പോയിട്ട് വരട്ടെ, നീയായിട്ട് അതിനെതിർക്കാൻ പോകണ്ട. കേശവൻ കൂടി അങ്ങനെ പറഞ്ഞതോടെ പ്രഭാവതി പിന്നെ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പോയില്ല. അടുത്ത ദിവസം രാവിലെ പതിവ് സമയത്ത് തന്നെ ഓഫീസിലേക്ക് എത്തിയതാണ് സൃഷ്ടി. ഞാനൊരു കാര്യം പറയട്ടെ. മീനു പറയുന്നത് കേട്ടതും സൃഷ്ടി അവളെ ഗൗരവത്തോടെ നോക്കി. നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ഒരു സംശയമുണ്ട് സ്റ്റാഫുകൾക്ക്. നിന്റെ തലകറങ്ങിയുള്ള വീഴ്ചയും ഒപ്പം നിന്റെ പഴയ കെട്ടിയവൻ്റെ ഓട്ടവുമൊക്കെ കൂടി വായിച്ച് ഊഹിച്ചെടുത്തതാണ്. ചിലപ്പോൾ അക്കാര്യത്തിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. നീയാണോടി ഇങ്ങനെ ഒരു സംശയം തുടങ്ങി വെച്ചത്? അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടാണ് സൃഷ്ടി അത് ചോദിച്ചത്. അല്ലെന്നേ, ഞാൻ അപ്പോൾ തന്നെ നിന്റെ ഒപ്പം ആശുപത്രിയിൽ വന്നില്ലേ? കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് തലകറങ്ങി വീണാൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംശയമാണിത്. അത് കാര്യാക്കണ്ട. പിന്നെ നിന്റെ അനിയത്തി എന്തായാലും ഒന്ന് വിരണ്ടിട്ടുണ്ട്. ആ മുഖമൊക്കെ നോക്കിയേ. അല്പം മാറിയിരിക്കുന്ന സൗമ്യയെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മീനു അത് പറഞ്ഞത്. തലേ ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് സൗമ്യയുടെ മുഖം കണ്ടാൽ അറിയാം. നീ അവളെ അങ്ങനെ കരുതേണ്ട. എനിക്കൊരു കുഞ്ഞുണ്ടായി എന്ന് കരുതി അവളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ മാറിയാൽ അതെന്നെ ബാധിക്കാനും പോകുന്നില്ല. പറയുമ്പോൾ സൃഷ്ടിയിൽ പുച്ഛം. അത് സത്യമാണെന്ന് മീനുവിന് തോന്നി. എൻ്റെ പ്രസൻറ്റേഷൻ? സൃഷ്ടി ഒരു സങ്കടത്തോടെയാണ് അത് ചോദിച്ചത്. അത്രത്തോളം അങ്ങനെ ഒന്നിനു വേണ്ടി അവൾ കഷ്ടപ്പെട്ടിരുന്നല്ലോ. അതൊക്കെ വേറെ ആളെ ഏൽപ്പിച്ചു. ഇനി അക്കാര്യം ഓർത്ത് നീ വെറുതെ ടെൻഷൻ ആകണ്ട. എന്തായാലും നിന്റെ തലയിൽ ഇനി അത് വരാൻ പോകുന്നില്ല. ബോധം കെട്ട് വീണത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പണി തന്നെ പോയേനെ. മീനു പകുതി കളിയായും കാര്യമായും പറഞ്ഞു. ഇരുവരും ജോലിയിലേക്ക് തിരിയുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന സൗമ്യ ദിവ്യയെ കണ്ണു കാണിച്ചു. ഇക്കാര്യത്തിൽ നീ എന്നെ കൂട്ടുപിടിക്കേണ്ട സൗമ്യ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ പോയി ചോദിക്കേ. നിനക്ക് കൂട്ടുനിന്ന് ആ പാപത്തിൻ്റെ പങ്ക് എനിക്ക് വേണ്ട. സൃഷ്ടി ഗർഭിണിയാണോ എന്നറിയാനായി രാവിലെ മുതൽ കോഴി മുട്ടയിടാൻ നടക്കുന്നത് പോലെയാണ് സൗമ്യയുടെ നടപ്പ്. പലരും സംശയം പറഞ്ഞു എന്നല്ലാതെ ഇക്കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. താൻ നേരിട്ട് പോയി ചോദിച്ചാൽ സൃഷ്ടി അതങ്ങോട്ട് പറയുകയില്ല എന്ന് മാത്രമല്ല, തന്നെ തല്ലി എന്നും വരും. ദിവ്യയാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ദിവ്യയാകട്ടെ ഇക്കാര്യത്തിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. എടി, എനിക്കൊന്നും ഒപ്പിക്കാനല്ല. അല്ലെങ്കിൽ തന്നെ പൃഥ്വിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ അവരോട് ഇനി എന്തിനു ഞാൻ ദ്രോഹം ചെയ്യണം? സൗമ്യ നിഷ്കളങ്കയായി. നീ അങ്ങനെയൊന്നും പറയണ്ട. ചേച്ചിയെ എവിടെ നിന്ന് പറഞ്ഞു വിടാനല്ലേ പ്രസൻറ്റേഷൻ്റെ അന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയുള്ള നീ അവരെ ഇനിയും ദ്രോഹിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ദിവ്യയ്ക്ക് സൗമ്യ പറയുന്ന കാര്യത്തിൽ യാതൊരു വിശ്വാസവും തോന്നിയില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സൗമ്യ നേരിട്ട് സൃഷ്ടിയുടെ മുന്നിലെത്തി. നേരത്തെ ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്ന സൃഷ്ടിക്ക് സൗമ്യയുടെ വരവ് എന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലായി. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ? അവൾക്കറിയേണ്ടത് അതൊന്നു മാത്രമായിരുന്നു. ആണെങ്കിൽ? സൃഷ്ടിയുടെ മറുചോദ്യത്തിന് മറുപടി പറയാനാകാതെ സൗമ്യ നിന്നു. ഇനിയിപ്പോൾ സൃഷ്ടി ഡിവേഴ്സും വാങ്ങിപ്പോയാലും കുഞ്ഞുണ്ടെങ്കിൽ സ്വത്തിൽ അവൾക്കും അവകാശം വരും. അതോർത്തപ്പോൾ തന്നെ സൗമ്യയ്ക്ക് തല പെരുത്തു. അല്ലെങ്കിൽ തന്നെ സൃഷ്ടിയെ മറക്കാൻ കഴിയാത്ത പൃഥ്വിക്ക് ഇങ്ങനെ ഒന്നുകൂടി ആയാൽ പിന്നെ തീരെ കഴിയില്ല. ആ കുഞ്ഞ് തനിക്ക് എതിരാളിയായി വരും. നാണമില്ലേ നിങ്ങൾക്ക് അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കാൻ? സൗമ്യയ്ക്ക് ദേഷ്യം വന്നു. എന്നാൽ സൃഷ്ടിക്ക് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുന്നവൾ ഇനി സ്വയം വേദനിക്കട്ടെ. ഞാൻ എന്തിന് നാണിക്കണം? ഞാൻ അവിഹിതത്തിൽ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. അതുമാത്രമല്ല, ഇതെൻ്റെയും കൂടി കുഞ്ഞാണ്. പറഞ്ഞുകൊണ്ട് അവൾ ജോലിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സൗമ്യയെ പൂർണ്ണമായും അവഗണിച്ചു. ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ സൗമ്യ നടക്കുകയും ചെയ്തു. ഈ നേരം ചിലരുടെയൊക്കെ ചോദ്യങ്ങൾ പൃഥ്വിയും കേട്ടിരുന്നു. സൃഷ്ടി ഗർഭിണിയാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളവന് അതിൽ സംശയമൊന്നും തോന്നിയില്ല.
അവൾ ഗർഭിണിയാകാതിരിക്കാനുള്ള പ്രതിവിധികളൊക്കെ അവൻ നേരത്തെ സ്വീകരിച്ചിരുന്നല്ലോ. 1 വർഷം കൂടിയെങ്കിലും കഴിഞ്ഞിട്ട് മതി കുഞ്ഞി എന്നത് അവൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവന് സംശയമൊന്നുമില്ല. എന്നാൽ പ്രഗ്നൻസി കിറ്റിലെ 2 വരകൾ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു അന്നേരം പ്രീതി. വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ് എങ്കിലും വയറ്റിലെത്തിയ കുഞ്ഞ് അതിഥിയോട് അവൾക്കൊത്തിരി ഇഷ്ടം തോന്നി. വൈകുന്നേരം വരെ കാത്തിരുന്ന് ശരത്തിനോട് തന്നെയാണ് അവൾ ആദ്യം പറഞ്ഞത്. നെറുകിൽ നൽകിയൊരു ചുംബനമായിരുന്നു അവൻ്റെ ആദ്യ സമ്മാനം. പറഞ്ഞ പാതി അറിയാത്ത പാതി ഒരു കവറിൽ നിറയെ ഫ്രൂട്ട്സുമായി സുചിത്രയുമെത്തി. പിന്നെ പ്രീതിയോട് പഞ്ചസാര കലർത്തി കുറച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ സുചിത്ര നന്നായെന്ന് ശരത്തും പ്രീതിയും ഒരു നിമിഷം തെറ്റിദ്ധരിച്ചിരുന്നു. അമ്മയുടെ കാര്യം ഇനി പോക്ക. ഇപ്പോൾ തന്നെ അവൻ അവളെ തറയിൽ വയ്ക്കില്ല. ഗർഭിണി കൂടി ആയ സ്ഥിതിക്ക് ഇനി പറയുകയും വേണ്ട. സന്തോഷത്തോടെ ഇരുന്ന അവരുടെ മുഖം മകളുടെ വാക്കുകൾ കേട്ടതും ഇരുണ്ടുപോയി.